മച്ചന്മാരെ, നിങ്ങളുടെ ജീവിതത്തിലും ചെറിയ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം അല്ലേ? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതിനാൽ ഈ വീഡിയോ ഓരോരുത്തരും ഫുള്ളായി കാണുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭാര്യമാർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, തെറ്റായത് കണ്ടു കഴിഞ്ഞാൽ, നീ ഇന്നത് ചെയ്ത് ശരിയായില്ല, ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മൾ പറയും. അതേപോലെ ചിലപ്പോൾ അവർ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് വഴിയിൽ വെച്ചിട്ടുണ്ടാകും. അതവർ മാറ്റാൻ മറന്നുപോയതാണ്, മനഃപൂർവ്വം വയ്ക്കുന്നതല്ല. നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ കയറി പോകുമ്പോൾ നമ്മുടെ കയ്യോ കാലോ അതിൽ തട്ടും. അതിന് നമ്മളവർ ചീത്ത പറയും. നീ ഇവിടെ കൊണ്ടുവന്ന് വഴിയിൽ വെച്ചിരിക്കുക, നിനക്കറിയില്ല ഇത് വഴിയിൽ വെക്കാൻ പറ്റില്ല, മാറ്റി വയ്ക്കണം എന്നുള്ളത് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് നമ്മളവരോട് ദേഷ്യപ്പെടും. അപ്പോൾ അവർ ശരി, എൻ്റെ തെറ്റ് പറ്റിയാണെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ മാറ്റി വയ്ക്കും. പക്ഷെ എന്നാലും അവരോട് നമ്മൾ ദേഷ്യം കാണിക്കും. അതേപോലെ നമ്മളിപ്പോൾ ടൗണിലേക്ക് പോകുകയാണെങ്കിൽ അവരൊരു കൺമഷി മേടിച്ചിട്ട് വരുമോ, അല്ലെങ്കിൽ എനിക്ക് നെറ്റിയിലിടാൻ ഉള്ള ഒരു സിന്ദൂരം മേടിച്ചിട്ട് വരുമോ എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ ടൗണിൽ പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി അവർ പറഞ്ഞ കാര്യങ്ങൾ മേടിക്കാതെ വരും. പക്ഷെ അത് മനഃപൂർവ്വമല്ല, നമ്മൾ മറന്നു പോയതാണ്. വീടെത്തിയിട്ട് എവിടെ എനിക്കുള്ളത് തന്നില്ല എന്ന് പറയുമ്പോഴായിരിക്കും അയ്യോ ഞാൻ മറന്നു. അല്ലെങ്കിൽ അവർ ചോദിക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ നമ്മൾ വീടെത്തിയിട്ട് ഓർമ്മ വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ മേടിക്കാൻ പറഞ്ഞത് മറന്നു പോയിട്ടോ, ഇനി പോകുമ്പോൾ മേടിച്ചിട്ട് വരാം എന്ന് പറയും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു, എനിക്ക് പറഞ്ഞത് മേടിച്ചിട്ട് വന്നില്ല എന്ന് പറയുവർ. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും മറന്നത് കൊണ്ടാണ് മേടിച്ചിട്ട് വരാതിരുന്നത്. അതവർ മനസ്സിലാക്കില്ല. പിന്നെ അതേപോലെ ചിലപ്പോൾ ടൗണിലേക്ക് പോകുന്ന സമയത്ത് അവിടെ പോയിട്ട് വരുമ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, ഭാര്യയ്ക്ക് 2 നൈറ്റി എടുത്തിട്ട് വരാം എന്നുള്ളതിൽ നമ്മൾ നൈറ്റിയോ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതുപോലെ എടുത്തിട്ട് വരും. എടുത്തിട്ട് വരുമ്പോൾ എന്നാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ് ചോദിക്കുമ്പോൾ അത് നൈറ്റിയാണ് അല്ലെങ്കിൽ ചുരിദാറാണ് എന്ന് പറയുമ്പോൾ അത് കഴിച്ച് നോക്കും. എന്നിട്ട് അതിനവിടെ വയ്ക്കും. അവരെ വിളിച്ചിട്ട് പോയിട്ട് ഒരുമിച്ച് പോയി മേടിച്ചിട്ട് വന്നില്ല, അതിൻ്റെ ഒരു ദേഷ്യം ഒക്കെ അവർ മനസ്സിലുണ്ടാകും. പക്ഷെ അതൊന്നും നമ്മളടുത്ത് പ്രകടിപ്പിക്കില്ല, അല്ലെങ്കിൽ മുഖം പീക്കിയിട്ട് പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരെ വിളിച്ചിട്ട് പോയിട്ട് മേടിച്ചിട്ട് വരാത്തത് കൊണ്ടാണ് എന്നുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ ടൗണിൽ പോയി എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് വീട്ടിൽ ഭയങ്കര ചൂടൊക്കെയാണ്, വേനൽക്കാലമാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവിടുന്ന് പോകുമ്പോൾ പൈസയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പണിയെടുത്ത പൈസ നമ്മുടെ മുതലാളി ടൗണിൽ വെച്ച് തന്നെന്ന് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും തരാനുള്ള പൈസ നമുക്ക് തന്നെന്ന് വരും. ആ പൈസ കിട്ടുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് കയ്യിൽ വെച്ചാൽ ചിലവാകും. അപ്പോൾ എന്തായാലും ഫാനിൻ്റെ ആവശ്യമുണ്ടല്ലോ, അത് മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഫാൻ മേടിച്ചിട്ട് വരും. അതിവിടെ കൊണ്ടുവരുമ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ മുമ്പ് അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകും. അതൊന്നും ചെയ്യാതെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഫാന് മേടിച്ചിട്ട് വന്നു, നാളെ ചോറ് വെക്കാൻ അരിയില്ല അതറിയോ എന്ന് പറയും. പക്ഷേ 2-3 ദിവസം വെക്കാനുള്ളത് ഉണ്ടാകും ചിലപ്പോൾ, എന്നാലും അവരത് പറയും. നമ്മൾ ചോറ് വെക്കാൻ അരിയില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. അതിന് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ, 2 ദിവസം വരയ്ക്കും ഉണ്ടല്ലോ, അതെന്തെങ്കിലും ചെയ്തിട്ട് മേടിക്കാം എന്നുള്ളതിൽ ഇപ്പോൾ ഇതിരിക്കട്ടെ എന്ന് മട്ട് മേടിച്ചിട്ട് വരും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അതൊന്നും അപ്പോൾ അവർ പ്രകടിപ്പിക്കില്ല, ഇത് പറഞ്ഞുകൊണ്ട് അവർ നിർത്തും. പിന്നീട് നമ്മൾ ചിലപ്പോൾ ഒന്നും പറയാതെ ഒരു സർപ്രൈസായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോഴും അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകും. സർപ്രൈസ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകും. ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാതെയല്ലേ ഇവിടേക്ക് കൊണ്ടുവന്നത്, ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സിനിമയ്ക്കാണ് ആയിരിക്കും കൊണ്ടുപോകുന്നത്, നീ ഡ്രസ്സ് മാറി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അവർ എന്നോട് പറയാതെയല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ളതിൽ ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടാതെ ഉള്ള ലെവലിൽ ദേഷ്യം കാണിച്ചെന്ന് വരും, ദേഷ്യപ്പെട്ടെന്ന് വരും. അങ്ങനെ ഓരോരുത്തരെയും സ്വഭാവ രീതികൾ പലതരത്തിലാണ്. അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. എന്നാലും നമ്മൾ കാണിക്കുന്നതെല്ലാം സ്നേഹത്തോടെയാണ്. ഇപ്പോൾ നമ്മൾ അവരോട് ദേഷ്യം കാണിക്കുകയാണെങ്കിൽ ആ ദേഷ്യപ്പെട്ട അതോടുകൂടിയിട്ട് കഴിഞ്ഞ് നമ്മളൊന്നും മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാറോ ഒന്നുമില്ല. പക്ഷേ സ്ത്രീകൾ എന്ന് പറയുന്നത് എല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. അവരെല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഒടുവിൽ ഒരു പൊട്ടിത്തെറിക്കലാണ്. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ അത് നമ്മൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പൊട്ടിത്തെറിക്കലായിരിക്കും. സ്ത്രീകളെന്ന് പറയുന്നത് എല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സ്റ്റോറേജും കൂടിയാണ് എന്നുള്ളത് ഓരോരുത്തരും ഓർക്കുക. കാരണം അവരൊന്നും അപ്പോൾ ഒന്നും പറയില്ല, ലാസ്റ്റായിരിക്കും. ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞെന്ന് വരാം, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞെന്ന് വരാം, അപ്പോഴായിരിക്കും ഒരു പൊട്ടിത്തെറിക്കൽ. ഇതെല്ലാം കൂടിയിട്ട് ഒരു ബോംബ് പൊട്ടും പോലെ ഒരു പൊട്ടലാണ്. അതിനോടൊപ്പം അവർ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും എണ്ണിപ്പെറുക്കി പറയുകയും ചെയ്യും. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര വിഷമമായിരിക്കും, സങ്കടമായിരിക്കും. കാരണം ഇങ്ങനെയൊന്നും അവർ നമ്മളോട് പറയുമെന്ന് പോലെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആ വാക്കൊക്കെ ആയിരിക്കും അവർ പറയുന്നത്.
നിങ്ങൾ ഇന്നത് മേടിച്ചിട്ട് വന്നു, ഇന്നത് ചെയ്തു, എനിക്ക് പറഞ്ഞ ഒരു കാര്യങ്ങളും ചെയ്തു തന്നില്ല, നിങ്ങളുടെ കാര്യമൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലും അവർക്ക് അപ്പോൾ അവരുടെ ഭാവനയിൽ വരുന്നത് എല്ലാം പറഞ്ഞെന്ന് വരും. സ്ത്രീകളെന്ന് പറയുന്നത് ഓരോരുത്തരും ഭയങ്കര സ്നേഹവും ഇതൊക്കെ പ്രകടിപ്പിക്കുന്നവരാണെങ്കിലും അവരുടെ മനസ്സിൽ അസൂയ, കൂനിട്ട്, കുശുമ്പ്, പുന്നായ്മ എന്ന് പറഞ്ഞ എല്ലാം അടങ്ങുന്ന ഒരു സംഭവം അവരുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് പെൺകുട്ടികളെ ഓരോരുത്തരെയും സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം. അതുകൊണ്ട് അസൂയ, കുനിട്ട്, കുശുമ്പ് ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ട്. നമ്മൾ ഒന്നുമില്ല, തുറന്ന മനസ്സാണ്. പറയുമ്പോൾ ഉള്ള അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അത് ഓർക്കുന്ന പോലും ഇല്ല. പക്ഷെ അവരങ്ങനെയല്ല, എല്ലാം സ്റ്റോറേജ് ചെയ്ത് വയ്ക്കും. ഒടുവിൽ കിട്ടുന്ന ഒരു സാഹചര്യം നോക്കി പൊട്ടിത്തെറിക്കും. അങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള വഴക്കും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അസൂയ, കുനിട്ട്, കുശുമ്പ് എല്ലാം എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ്. കാരണം അത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വരമാണ്. അസൂയ, കുനിട്ട്, കുശുമ്പ്, പുന്നായ്മ എല്ലാവർക്കും ഉണ്ട്. അതൊന്നും അവർ എല്ലാ സമയത്തും കാണിച്ചെന്ന് വരില്ല. പക്ഷെ കാണിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് കാണിച്ചെന്ന് വരും. അത് വലിയ ഒരു സങ്കടത്തിലേക്ക് മാറുകയും ചെയ്യും. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ കാണിക്കാതെ ഉള്ള ജീവിതം ഓരോരുത്തരും സന്തോഷകരമായി ജീവിക്കുക. ഇനിയെങ്കിലും ഇങ്ങനെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ അത് കാണിക്കാതിരിക്കുക. ഓക്കെ, ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് ഓരോരുത്തരും നിങ്ങളോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്, സ്നേഹമുള്ള ആൾക്കാരാണ്. നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഓരോ ഭർത്താക്കന്മാരുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാതെ നിങ്ങളോട് സ്നേഹമോ വാത്സല്യമോ ഒന്നുമില്ലാത്ത ഭർത്താക്കന്മാരല്ല. നിങ്ങളോട് സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ നിങ്ങളോട് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് ചിലപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് മേടിച്ചിട്ട് വരാതിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവർ മറന്നത് കൊണ്ടായിരിക്കാം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളൊന്നുമില്ലാതെ സന്തോഷകരമായി ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ.